അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു കൊക്കോ ചെടിയാണ്. അപ്പോൾ മഴ പെയ്തോടുകൂടി നന്നായിട്ടിത് പൂത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ ധാരാളം പൂക്കൾ കാണുന്നുണ്ടെങ്കിലും ഇതെല്ലാം പിടിക്കത്തില്ല. പല കാരണങ്ങളുണ്ടാവും. ഒരുപക്ഷെ പോളിനേഷൻ ശരിയാകാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കും. ഏതായാലും നമുക്ക് ഒരു കർഷകൻ്റെ അനുഭവത്തിൽ ഇതുപോലെ കൊക്കോ മുഴുവൻ ഈ പൂവ് മുഴുവൻ പിടിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇത് മുഴുവൻ അതേപടി പിടിക്കുകയാണെങ്കിൽ കൊക്കോ താങ്ങുകയല്ല, അത്രത്തോളം കായ ഉണ്ടാവും അതിൽ. പക്ഷേ ഒരു പരിധിവരെ നമുക്ക് പിന്നെ നനയൊക്കെ കൊടുത്താലും അതല്ലെങ്കിൽ പോളിനേഷൻ കറക്റ്റാക്കിയാൽ ചിലപ്പോൾ ഒത്തിരി മാറ്റം വരുമായിരിക്കും. അപ്പോൾ ഏതായാലും ഇത് കായായിട്ട് ഉള്ള കൊക്കോയാണ്. പച്ച കളർ, ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇതൊക്കെ മഞ്ഞ കളറിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിലുണ്ടല്ലോ, ഈ കൊക്കോയേക്കാളും കുറേക്കൂടെ ഫലപ്രാപ്തിയുള്ളത് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്ക് കായകൾ കൂടുതൽ കിട്ടുന്നതും തൊണ്ടുകെട്ടി കുറവുള്ളതുമായിട്ടുള്ള കൊക്കോ എന്ന് പറഞ്ഞാൽ ചുമന്ന കളറുള്ള ഒരു കൊക്കോയാണ്. അതിനകത്ത് കുറേക്കൂടെ കൂടുതൽ കാഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചുമന്ന കളറുള്ള ഒരു കൊക്കോയാണ്. ചുവന്ന് പറഞ്ഞാൽ കൊക്കോയ്ക്ക് മാത്രമേ ചുവപ്പ് കളറുള്ളൂ. അകത്തെ കായ സാധാരണ മറ്റേ കൊക്കോയുടെ കാ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. പുറമേയുള്ള ആ കളറാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഇതിന് തൊണ്ടുകെട്ടി കുറവാണ് എൻ്റെ അനുഭവത്തിൽ. തന്നെയല്ല കൂടുതൽ കായ്കളും ഇതിൽ കാണാറുണ്ട്. അങ്ങനെ വ്യത്യാസമുണ്ട്. പിന്നെ കൊക്കോയുടെ മരം കൂടുതൽ പഴക്കമുള്ളതാണെങ്കിൽ കാ സ്വാഭാവികമായിട്ട് കുറയും. എന്നാൽ തൈക്കൊക്കോയിലാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ഇതും അതുപോലെ തന്നെ ഒരു ചുമന്ന കൊക്കോയാണ്. ഉണ്ടോ അതിൽ സ്വാഭാവികമായിട്ട് കാ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ കൊക്കോയ്ക്ക് വലിയ കെയറൊന്നും കൊടുക്കുന്നില്ലാത്തതുകൊണ്ടാണ് പൊതുവേ അതിൻ്റെ ഈൽഡിങ് കുറഞ്ഞത്. കാരണം ഏലത്തിന് അതിൽ കൂടുതൽ ആദായം ഉള്ളതുകൊണ്ട് ആളുകൾ കൊക്കോ കൃഷിയിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ കൊക്കോയ്ക്ക് ഇപ്പോൾ സാമാന്യം വില ഉള്ളതുകൊണ്ട് കൊക്കോ കൃഷിയും തിരക്കേടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്കൊരു ആദായമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കൃഷിയിലുണ്ടെങ്കിൽ കുറച്ച് ഭാഗം കൊക്കോ കൃഷിക്ക് വേണ്ടി നീക്കി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് നമുക്ക് നല്ലൊരു ആദായമായിരിക്കും. ഇപ്പോഴത്തെ ഒരു വിലയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇനിയും വില നിലനിൽക്കാനാണ് സാധ്യത. കാരണം കൊക്കോയുടെ അളവ് പൊതുവെ കുറഞ്ഞു. ആളുകൾ കൂടുതൽ മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ഇനി കൊക്കോയ്ക്ക് വില കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. പിന്നെ ശരിയായിട്ടുള്ള പരിചരണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കായ്ഫലം കിട്ടും. അതെന്ന് സമയാസമയങ്ങളിൽ മരുന്നടിച്ച് അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ മരുന്നടിക്കൽ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ മരുന്നടിച്ചാൽ മതി. ബോർഡോമസ് 1% വീര്യമുള്ള ബോർഡോമസ് അടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ചീഞ്ഞു പോകുന്നതിന് ഫലപ്രദമായിട്ടുള്ള മരുന്നാണത്. ഈ കൊക്കോ മഴക്കാലത്ത് ചീഞ്ഞു പോകുന്നൊരു പരിപാടിയാണ് ഉള്ളത്. അത് അതിനെ പ്രതിരോധിക്കാൻ തക്കൊണ്ട് ബോർഡോമസ് അടിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ കൊക്കോ അധികം ഹൈറ്റിലാണ് നിലനിർത്തുന്നത് നല്ലത്. അപ്പോൾ നിലത്ത് നിന്നിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. അതാണ് ശരിയായ വിധത്തിൽ പ്രൂൺ ചെയ്യണം. അത് കഴിഞ്ഞാൽ കാറ്റ് ലഭിക്കത്തക്ക അളവിൽ കാറ്റ് അതിനകത്ത് കയറി ഇറങ്ങുന്ന രീതിയിൽ അത് പ്രൂൺ ചെയ്ത് അനാവശ്യമായിട്ടുള്ള കമ്പുകളൊക്കെ മുറിച്ച് കളഞ്ഞ് നിലനിർത്തുവാണെങ്കിൽ നല്ല കായ് കിട്ടും. പിന്നെ വളപ്രയോഗങ്ങൾ നടത്തി കഴിഞ്ഞാൽ സാധാരണ ആളുകൾ കൊക്കോയ്ക്ക് വളമൊന്നും ചെയ്യാറില്ല. അതുകൊണ്ടാണ് വലിയ ആദായമൊന്നും കിട്ടാത്തത്. എവിടെയും കൊണ്ട് മാന്തി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിഞ്ഞ് നോക്കാറില്ല. കാ പഠിക്കാൻ മാത്രം പോകും, വളം ചെയ്യത്തൊന്നുമില്ല. പക്ഷെ അങ്ങനെ വളമൊക്കെ ചെയ്ത് നമ്മൾ പരിഹരിക്കുകയാണെങ്കിൽ നല്ല ആദായം കിട്ടുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഏതായാലും നമ്മൾ ഈ കൊക്കോ അതിൻ്റെ ഗുണങ്ങൾ അധികം അറിയില്ല. അത് നമ്മൾ പലപ്പോഴും അത് മറ്റുള്ളവർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ കാഡ്ബറി പോണക്കുള്ള വമ്പൻ കമ്പനികളാണ് ഇത് എടുക്കുന്നത്. പക്ഷേ അവരതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് മാറ്റി കോടികൾ കൊയ്യുന്നൊരു വ്യാപാരമായിട്ട് മാറിയിട്ടുണ്ടത്. അപ്പോൾ ഇത് ഏതായാലും ചോക്ലേറ്റിനെ കുറിച്ച് ചില വിവരങ്ങൾ നമ്മൾ അറിയുന്നത് നല്ലതാണ്. ചോക്ലേറ്റ് കഴിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് തീർച്ചയായിട്ടും കൊക്കോയെ പ്രിയപ്പെടാൻ ഒന്നുകൂടെ നമുക്ക് കാരണങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ചോക്ലേറ്റ് കഴിക്കുന്നത് നമുക്ക് നല്ലതാണ്. അതിനെക്കുറിച്ചുള്ള വിശദാംശത്തിലേക്ക് നമുക്ക് പോരാം. അപ്പോൾ ചോക്ലേറ്റ് ഏത് വിധത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്നു? നമ്മൾ കൊക്കോ കായ്കൾ വേണ്ട വിധത്തിൽ പ്രോസസ്സ് ചെയ്ത് ചോക്ലേറ്റ് രൂപത്തിലാണ് നമുക്ക് തിരികെ ലഭിക്കുക. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് മാറുമ്പോൾ അതിന് വളരെയധികം വില കൂടുതലുണ്ട്. പക്ഷെ ചോക്ലേറ്റ് കഴിക്കുന്നത് നമുക്ക് വാസ്തവത്തിൽ നല്ലതാണ്. പക്ഷെ അമിതമായ അളവിലില്ല, ചെറിയ അളവിൽ. അത് എങ്ങനത്തെ ചോക്ലേറ്റാണ്? വൈറ്റ് ചോക്ലേറ്റ് അല്ല. വൈറ്റ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഈ കൊക്കോയുടെ കുരു ഉണ്ടല്ലോ, നമ്മൾ അത് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ ചെയ്ത് നമ്മൾ ഉണക്കി കഴിഞ്ഞിട്ട് അത് നമ്മൾ ചക്കിലിട്ട് ആട്ടി കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഓയിൽ വരും. ആ ഓയിൽ ആണ് വൈറ്റ് ചോക്ലേറ്റ്. അത് കട്ട് ചെയ്യുന്നത് വെള്ള കളറിലിരിക്കുള്ളൂ. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇതാണ്. അപ്പം നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് പരിശോധിക്കുമ്പോൾ മിൽക്കി ബാർ എന്ന് പറയുന്നത് നെസ്ലെ കമ്പനിയുടെയാണ്. നമ്മളിത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് വൈറ്റ് ചോക്ലേറ്റാണ്. പക്ഷേ വൈറ്റ് ചോക്ലേറ്റിനേക്കാളും ന്യൂട്രീഷൻ ഫാക്ടർ കൂടുതലുള്ളത് ഡാർക്ക് ചോക്ലേറ്റിലാണ്. ഡാർക്ക് ചോക്ലേറ്റാണ് കുറേക്കൂടെ നല്ലത്. ഇത് ഡാർക്ക് ചോക്ലേറ്റ്, ഇത് കാഡ്ബറീസിൻ്റെയാണ്. അപ്പോൾ ഇതിനകത്ത് കലോറിയുടെ അംശമൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് 100 ഗ്രാം ചോക്ലേറ്റിനകത്ത്, ഇത് 100 ഗ്രാം ഇല്ല കേട്ടോ, അത് 50-20 ഗ്രാമോ അങ്ങനെ സംതിങ്ങേ ഉള്ളൂ.
അപ്പോൾ 100 ഗ്രാം ചോക്ലേറ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 600 കലോറി ഊർജ്ജം നമുക്ക് ഇടത്തുനിന്ന് കിട്ടും. അതാണ്. അപ്പം ഊർജ്ജത്തിൻ്റെ വലിയൊരു സ്രോതസ്സാണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട്, ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ നമുക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തെ കുറയ്ക്കാൻ അത് സഹായിക്കും. എന്താണെന്ന് പറയുക, ഇതിനകത്തുള്ള ചില ഘടകങ്ങൾ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ തക്കണം സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഊർജ്ജം കിട്ടുകയെന്ന് മാത്രമല്ല, ടെൻഷൻ ഫ്രീ ആക്കാൻ തക്കണം നമുക്കിത് സഹായിക്കും. സിറോട്ടിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട്. അതായത് മാനസിക ഉല്ലാസം ലഭിക്കും. അപ്പോൾ ഇപ്പം ചില ആളുകൾക്ക് വളരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഉന്മേഷം കിട്ടുന്ന ചില ഡ്രിങ്കുകളില്ലേ എന്ന് പറഞ്ഞ പോലെ ഫലം ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് പ്രത്യേകിച്ച് കാഡ്ബറീസ് കമ്പനീസ് പോലുള്ള കമ്പനിക്ക് വരുമ്പോൾ അതിനകത്ത് ഒത്തിരി മായങ്ങൾ ഉണ്ടാകത്തില്ല. അതാണ്. അപ്പോൾ അത് വളരെ ലോഭയോഗമായിട്ടുള്ളൊരു കമ്പനിയാണ്. അതിനകത്ത് ഒത്തിരി മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അത്ര വലിയ പ്രശ്നം വരില്ല. ഞാനിപ്പം ഈ കാഡ്ബറീസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന സംഗതിയൊന്നുമല്ല. ഞാനിതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട് എന്തുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണെന്ന്, നമുക്ക് മാനസിക ഉല്ലാസം ലഭിക്കാൻ, പിരിമുറുക്കം കുറയ്ക്കാൻ എല്ലാം സഹായപ്രദമാണെന്നുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എൻ്റെ കാര്യം. പിന്നെ ഇതിനകത്ത് വേറെ ചില ഘടകങ്ങളുണ്ട്. അതായത് നമുക്ക് ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട്, മാനസിക ഉല്ലാസം കിട്ടാൻ തക്കണം, നമുക്ക് ടെൻഷൻ ഫ്രീ ആക്കാൻ തക്കണം ചോക്ലേറ്റ് കഴിക്കുന്നില്ലെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്, വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ത്വക്ക് രോഗങ്ങളില്ല, ത്വക്കിൻ്റെ ആ ഗ്ലൈസിങ് നടത്താൻ നിൽക്കണം. ഒത്തിരി ലേപനങ്ങളൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പലപ്പോഴും അത് കിഡ്നിയൊക്കെ ബാധിക്കുന്ന സംഗതിയാണ്. പക്ഷെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ലേപം ചെയ്യാനല്ല പറയുന്നത്. ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ത്വക്കിൻ്റെ ഗ്ലൈസിങ് ഒക്കെ കൂടുതൽ വർദ്ധിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇതിനകത്ത് ഒത്തിരി പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ ഈ പരിശോധിക്കുകയാണെങ്കിൽ അത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അത് നിങ്ങൾക്കറിയാം, സാധാരണയായിട്ട് ഇതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈബർ ഉണ്ട്, പിന്നെ മഗ്നീഷ്യം ഉണ്ട്, അങ്ങനെയുള്ള കാഫിൻ ഉണ്ട്. ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഇത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഉള്ള സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചുരുക്കത്തിൽ നമ്മുടെ ശരീരത്തിനാണ്. പക്ഷേ ഇതിനകത്ത് അമിതമായിട്ട് ചോക്ലേറ്റ് കഴിച്ചാൽ വേറെ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതാണ് സംഗതി. അപ്പോൾ ഒരു 20 ഗ്രാമോ 10 ഗ്രാമോ ഒക്കെ കഴിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. അത് ഡെയിലി ശീലമാക്കുന്നതുകൊണ്ട് നമുക്ക് ഉന്മേഷം നടത്താൻ തക്കണം കഴിയും. ഒന്നാമത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് മാനസിക പിരിമുറുക്കവും കാര്യങ്ങളും ടെൻഷനും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്നത് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളാൽ. അപ്പോൾ അതിൽ നിന്ന് റിലാക്സേഷൻ കിട്ടാൻ തക്കണം ഒരു എഫക്റ്റ് ഇതിനുണ്ട് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഞാൻ വെറുതെ പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള കാര്യമാണ് ഞാൻ ഈ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളം കൊക്കോ ഉണ്ടെങ്കിലും കൊക്കോയെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് സാധാരണഗതിയിൽ. പക്ഷേ അങ്ങനെയല്ല, ഇതിന് ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉണ്ട് എന്നുള്ള ഒരു സംഗതി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. മെഡിസിനൽ വാല്യൂ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉന്മേഷം പകരുന്ന ഒന്നായിട്ടോ, അല്ലാതെ ഉള്ളൊരു മെഡിസിനായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ചില ഗുണങ്ങൾ ചോക്ലേറ്റിനുണ്ട്. അപ്പോൾ ഇത് കൈവിടാതെ ഇപ്പോഴും അനേകം കർഷകർ ചോക്ലേറ്റിനും ഈ കൊക്കോ കൃഷിയെ മുറുകെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അത് ഒന്ന് ചോപ്പ് ഡൗൺ ചെയ്ത് കളയാതെ ഉള്ളത് നിലനിർത്തുന്നത് തീർച്ചയായിട്ടും സഹായപ്രദമാണ്, നമുക്കും ഗുണകരമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായിട്ടുള്ള ചില വിവരങ്ങളെങ്കിലും പ്രദാനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ തരണം, പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.